Good morning. Good morning. കേൾക്കുന്നില്ലേ? ഇവിടെ ക്യാമറയും ഓഡിയോയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് തന്നെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് ഓക്കെ അല്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മള് ഏതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? കുറച്ച് ദിവസങ്ങളായില്ലേ ക്ലാസ്സിലൊക്കെ കയറിയിട്ട് എല്ലാവരും ഓണം ഒക്കെ ആയിട്ട്. ഓണം കടിച്ചു പൊളിച്ച എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു? എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് മടങ്ങി വരാം. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു അല്ലേ? ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, എന്തൊക്കെയാണ് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ്, ആ പോയിന്റ്സ് വരെ പറഞ്ഞ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ലൊക്കേഷൻ അല്ലേ ഇനി പറയണ്ടേ? ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനെ സംബന്ധിച്ച് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ലൊക്കേഷൻ എവിടെയായിരിക്കണം? ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയായിരിക്കണം? ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. താരതമ്യേന നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അത് ഏറ്റവും അഭികാമ്യം. ഈസി വിസിബിലിറ്റി. അടുത്തൊരു ഇതെന്താ? നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആയിരിക്കണം. നമുക്ക് ഇത് അന്വേഷിച്ച് നടന്ന് എന്താ പറയാ സമയം കളയേണ്ട ആ ഒരു ഇത് വരരുത്. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. സെക്കൻഡ് മൊഡ്യൂളിലെ 4ാമത്തെ ചാപ്റ്റർ ആട്ടോ നമ്മൾ എടുക്കുന്നത്. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തിട്ട് 25. ഓക്കെ. ഈസി വിസിബിലിറ്റി. അടുത്തത് എന്താ? പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നതായിരിക്കും, വിസിബിൾ ആയിരിക്കണം. വേറെ അന്വേഷണം നടന്നൊന്നും ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ പെട്ടെന്ന് ഒരു വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 3ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഇൻ നിയർ പ്രോക്സിമേറ്റ്ലി വിത്ത് ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഉണ്ടോ? ഇതിനോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം. ഏതൊക്കെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇതിനോടൊക്കെ ഏറ്റവും അടുത്ത ആയിരിക്കണം. ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അവിടെയൊക്കെ എമർജൻസി പെട്ടെന്ന് ഇതൊക്കെ ആവശ്യമായിട്ട് വരാം അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഇതൊക്കെ ബ്ലഡ് പെട്ടെന്ന് അവൈലബിൾ ആണ്. അപ്പൊ അവിടെ നിന്നൊക്കെ ഒത്തിരി ദൂരെയാണെങ്കിൽ നമുക്കത് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലെ? എത്തിക്കാനുള്ള ടൈമും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിലോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം. 3 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ് 4ാമത് നോക്കിയേ. It will have a distinct entry and an exit with a wide corridors and a waiting space to curtail. Curtail എന്ന് പറഞ്ഞാൽ reduce എന്നുള്ള മീനിങ് ആട്ടോ. കുറയ്ക്കുക, reduce ചുരുക്കുക. Curtail traffic congestion. ട്രാഫിക് തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ അവിടെ പറഞ്ഞേക്കണേ? ഒരു വിശാലമായ ഒരു ഇടനാഴിയും അതുപോലെ ഒരു സെപ്പറേറ്റ് ഒരു കോറിഡോഴ്സും നമുക്ക് അതിനോടൊപ്പം തന്നെ ഒരു വെയിറ്റിംഗ് സ്പേസും, ആളുകൾക്കൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് സ്പേസും വേണം. എന്തിനാ? ട്രാഫിക് കൺജക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിലൂടെയൊക്കെ ആവശ്യമില്ലാതെയൊക്കെ ആളുകൾ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇടനാഴിയൊക്കെ ആണെങ്കിൽ ഭയങ്കര തിക്കും തിരക്കും ആയിരിക്കും അല്ലെ? അപ്പൊ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ട്രാഫിക് കൺജക്ഷൻ, അതായത് തിക്കും തിരക്കും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു വെയിറ്റിംഗ് സ്പേസ് വേണം. ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള ഒരു വെയിറ്റിംഗ് സ്പേസ് വേണം. പിന്നെ വിശാലമായിട്ടുള്ള ഒരു ഇടനാഴിയും വെയിറ്റിംഗ് സ്പേസും വേണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാഫിക് കൺജക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കണ്ടോ? ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട്, സെപ്പറേറ്റ് എന്നുള്ള മീനിങ് ആട്ടോ. സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ്.
അങ്ങോട്ട് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും എന്താണ് പ്രത്യേകം സെപ്പറേറ്റ് നമ്മൾ വരുന്നതും പോണതും ഒക്കെ ഒരു സ്ഥലത്തേക്ക് ആകുമ്പോൾ അവിടെ ഭയങ്കര തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് വേണം. അതുകൂടാതെ വൈഡ് കോറിഡോഴ്സ്, വിശാലമായിട്ടുള്ള ഇടനാഴികളും വേണം. പിന്നെ എന്ത് പറഞ്ഞു, വെയിറ്റിംഗ് സ്പേസും വേണം. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? തിക്കും തിരക്കും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത നോക്കിയേ, ലാസ്റ്റ് പോയിന്റ് എന്താ? ഇറ്റ് ഹാസ് ടു ബി സ്പേഷ്യസ്. ഇത് എങ്ങനെയായിരിക്കണം? വിശാലമായിരിക്കണം. സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ വിശാലമായിരിക്കണം. വിത്ത് ദ മിനിമം പബ്ലിക് എൻട്രി, പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് എന്നാൽ വിശാലമായതായിരിക്കണം. സോ ദാറ്റ് എന്തിനാ? there is no interface with the work of the lab technician. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ, ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ, തടസ്സപ്പെടുത്താത്ത രീതിയിൽ, നോ ഇന്റർഫറൻസ് എന്നാ പറഞ്ഞേക്കണേ കണ്ടോ. ആ ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് എന്നാൽ വിശാലമായിട്ടായിരിക്കണം കണ്ടോ. അവിടെ ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യന്റെ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവരുത്. എപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് ഒച്ചയും ബഹളവും ഒക്കെ ആവുമ്പോ അവർക്കൂടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ. അപ്പൊ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് എന്നാൽ വിശാലമായതായിരിക്കണം. അതുപോലെ നമുക്ക് എന്തിനു വേണ്ടി ഇത് പറഞ്ഞിരുന്നേ? ആ ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ. സൗണ്ട് കുറവാണ്. ഞാൻ എന്റെ സാധാരണ നോർമൽ സൗണ്ടിൽ തന്നെയാണ് പറയുന്നത്. ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു, അതാണ് 2 മിനിറ്റ് വൈകി കേട്ടോ. എല്ലാവർക്കും സൗണ്ട് കുറവായിട്ടാണോ തോന്നുന്നേ? കുഴപ്പമില്ല, നോ ഇല്ല എന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 5 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. പെട്ടെന്ന് ഒന്നുകൂടി പറയാം. എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കണം, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നിവയോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം. പിന്നെ എന്താ? പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം, വിശാലമായിട്ടുള്ള ഇടനാഴികളും വെയിറ്റിംഗ് സ്പേസും വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാഫിക് കൺജക്ഷൻ, ട്രാഫിക് തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞത് എന്താ? ലാസ്റ്റ് പോയിന്റിൽ അത് വിശാലമായതായിരിക്കണം, എന്നാൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് തന്നെ. എന്തിനു വേണ്ടിയിട്ടാ? അവിടുത്തെ ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് എന്നാൽ സ്പേഷ്യസ് ആയിരിക്കണം. ക്ലിയർ ആണോ? 5 പോയിന്റ്സും ലൊക്കേഷനെ സംബന്ധിച്ച്. ഈ പോയിന്റ്സ് തന്നിട്ട് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ചെയ്താണെന്നോ അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ഇനി അടുത്തതാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു ബ്ലഡ് ബാങ്ക്? ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തി കറക്റ്റ് ഓർഗാനോഗ്രാം ഏതാണെന്ന് ചോദിക്കും. അപ്പൊ അതിന് നിങ്ങൾ എന്താ പറയാ, ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ ഡീറ്റെയിൽ ഒന്നും വേണ്ട, ഓർഡർ പഠിച്ചു വെക്കാം. അപ്പൊ ആദ്യം എന്താണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്? ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രക്ചർ. ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം അല്ലെ, ഒരു ഡയഗ്രാം ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അല്ലെ. ഒരു ഡയഗ്രാം ആണ് പറഞ്ഞേക്കുന്നത്. അവിടെ നമ്മൾ കാണിച്ചേക്കുന്നത് ഡയഗ്രാം ഷോസ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പീപ്പിൾ, ഡിപ്പാർട്ട്മെന്റ് and other jobs at the different level within that organization. അതായത് ഒരു സ്ഥാപനത്തിന്റെ, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ആളുകൾ തമ്മിലോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലോ അല്ലെങ്കിൽ അവിടുത്തെ ജോലികൾ തമ്മിലോ ഒക്കെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം, അതാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അവര് തമ്മിലുള്ള, ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ആ ജോബ് പൊസിഷനും എന്താ പറയാ അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഫ്ലോ ചാർട്ട് ഒക്കെ നമ്മൾ വരയ്ക്കൂലേ, അതുപോലെ ആ ഓർഡറിൽ പഠിച്ചു വെക്കാം. അപ്പൊ അതിനകത്ത് ബ്ലഡ് ബാങ്കിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് മെഡിക്കൽ ഡയറക്ടർ. ഏറ്റവും ടോപ്പിൽ വരുന്ന ആരാണ്? മെഡിക്കൽ ഡയറക്ടർ ആണ് ഏറ്റവും ടോപ്പില്. അദ്ദേഹത്തിന്റെ കീഴിലാണ് HOD വരുന്നത്. HOD എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് തൊട്ട് താഴെ വരും. മെഡിക്കൽ ഡയറക്ടറിന്റെ താഴെ HOD വരും. അതിന്റെ താഴെയാണ് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. അതാണ് താഴെ കൊടുത്തേക്കുന്നത്.
ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് ആരാണ്? ക്വാളിറ്റി മാനേജർ. അപ്പൊ അതാണ് ആ ഒരു ഓർഡർ വന്നേക്കുന്നത്. മെഡിക്കൽ ഡയറക്ടർ, HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് ക്വാളിറ്റി മാനേജർ. ഇനി അതിനെ രണ്ട് ബ്രാഞ്ചുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. വലതുവശത്ത് നോക്കിയ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതിന്റെ കീഴിൽ ടെക്നിക്കൽ സൂപ്പർവൈസർമാരും വരുന്നുണ്ട്. അപ്പൊ ആ ടെക്നിക്കൽ സൂപ്പർവൈസർമാരുടെ കീഴിലാണ് ക്ലർക്കുകള്, നേഴ്സുകള്, PRO ഒക്കെ വരുന്നത് ഈ ആ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിലാണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കി അവിടെ BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ വരുന്നുണ്ട്. അതിന്റെ താഴെ ടെക്നീഷ്യൻ വരുന്നുണ്ട്. അതിന്റെ താഴെ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് ഇതിൽ കറക്റ്റ് ഏതാണെന്ന് ചോദിക്കാം. ഇപ്പൊ അതിന്റെ ഓപ്ഷൻസ് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ മെഡിക്കൽ ഡയറക്ടർ, അത് കഴിഞ്ഞ് ക്വാളിറ്റി മാനേജർ, HOD, അങ്ങനെ നമുക്ക് ആ ഓർഡർ തെറ്റിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഓർഡർ. പിന്നെ ഇവിടെ ചോദിക്കാം നമുക്ക് ഹു കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ, അങ്ങനെ ചോദിക്കാം. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നത് ആര്? അപ്പൊ നമുക്ക് ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം ക്വാളിറ്റി മാനേജർ, മെഡിക്കൽ ഡയറക്ടർ, ടെക്നീഷ്യൻ, നഴ്സസ് ഉണ്ട്. അങ്ങനെ ചോദിച്ച ഏത് എഴുതും കറക്റ്റ് ചെയ്താ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നത് ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓപ്ഷനിൽ ക്വാളിറ്റി മാനേജർ, ഓപ്ഷൻ എയിൽ ക്വാളിറ്റി മാനേജർ, ഓപ്ഷൻ ബിയില് മെഡിക്കൽ ഡയറക്ടർ, ഓപ്ഷൻ സിയില് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ, ഓപ്ഷൻ ഡിയില് നേഴ്സസ്. ആരാ? നേഴ്സസ്. അപ്പൊ ആ രീതിയിലും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിലെ ക്ലർക്കുകള്, നേഴ്സസ്, PRO ഇതെല്ലാം അതിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതിന്റെ ഓർഡർ തെറ്റിച്ചും തരാം. ഇനി ഇതിന്റെയൊക്കെ കീഴിൽ വരുന്നത് ആരൊക്കെയാണെന്നും ചോദിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ്, ഇതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നോക്കിയേ, വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിൽ. നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ പറഞ്ഞതാണ് എന്തൊക്കെ ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്നത്. അപ്പൊ ഈ ബ്ലഡ് ബാങ്കില് നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ ഒരു കൂട്ടം പ്രിലിമിനറി ടെസ്റ്റുകൾ അവിടെ ചെയ്യുന്നത് കണ്ടോ. എ സർട്ടൻ സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റ്. ഏതൊക്കെയാ പ്രിലിമിനറി ടെസ്റ്റുകൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാ? നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് നടത്തി നമ്മൾ ഫിറ്റ് ആണോ, ബ്ലഡ് കൊടുക്കാൻ നമ്മൾ ഫിറ്റ് ആണോ, ഏജ് 45 kg മുകളിലുണ്ടോ, നമുക്ക് അതുപോലെ തന്നെ ബ്ലഡ് ഫിസിക്കലി മെന്റലി അവര് സ്ട്രോങ് ആണോ, അല്ലെ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല, അതൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഏജ് 80 to 65 അതിന്റെ ബിറ്റ്വീനിലുള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് പ്രിലിമിനറി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഏജ് 45 kg മുകളിലുണ്ടോ, വെയിറ്റ് വെയിറ്റ് 45 kg മുകളിലുണ്ടോ, ഏജ് 80 to 65 അതിന്റെ ബിറ്റ്വീനിലാണോ, അയാൾക്കുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ, ഫിസിക്കലി മെന്റലി സ്ട്രോങ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രിലിമിനറി ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം അത് നോക്കും. അതിനുശേഷം നോക്കിയേ, ഡൺ ഇൻ ദ ലാബ് വൺസ് ദ ബ്ലഡ് ഈസ് ഡൊണേറ്റഡ്. അപ്പൊ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ നമ്മൾ പോകുവാണെങ്കിൽ ആദ്യം ഈ ഒരു സെറ്റ് പ്രിലിമിനറി ടെസ്റ്റുകളാണ് നോക്കുന്നത്. നോക്കിയേ, നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ ഫോളോയിങ്. പക്ഷേ ഈ പറയുന്ന ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല. അതായത് ഈ പറയുന്ന ടെസ്റ്റുകൾക്കും അവിടെ വേറെ നിയന്ത്രണമൊന്നുമില്ല. ഇത് നോക്കും. ആദ്യം പ്രിലിമിനറി ടെസ്റ്റുകൾ നോക്കും, അതിനുശേഷം ഈ ടെസ്റ്റുകൾ കൂടി ബ്ലഡ് ബാങ്കിൽ ചെയ്യും. അതിൽ ആദ്യത്തെ നോക്കുന്നതാണ് ബ്ലഡ് ഗ്രൂപ്പാണ് നോക്കുന്നത്. നമ്മൾ വെറുതെ ബ്ലഡ് നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പ്രിലിമിനറി ടെസ്റ്റുകൾ മാത്രം ചെയ്തിട്ട് ബ്ലഡ് കളക്ട് ചെയ്യല്ല ചെയ്യുന്നേ, അതിന്റെ ഒപ്പം തന്നെ ഈ ടെസ്റ്റുകളും നോക്കും. അതിൽ ആദ്യത്തെയാണ് ABO ഗ്രൂപ്പ്, അതായത് ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ട്? ബ്ലഡ് ഗ്രൂപ്പ് എത്ര എണ്ണം ഉണ്ട്? എത്ര ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്? 4. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ടേബിൾ ഇവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇന്ന് നോക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ചെറിയൊരു ബോക്സ്. ഓക്കെ ആണല്ലേ? അത് നിങ്ങൾ പെട്ടെന്നൊന്ന് നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റിന്റെ സൈഡിൽ ഒരു ചെറിയ ബോളായിട്ടൊന്ന് വരച്ചെടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ബ്ലഡ് ഗ്രൂപ്പുകളിൽ നിന്ന്
ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എളുപ്പത്തിന് പെട്ടെന്ന് ഞാനൊന്ന് വരച്ചിട്ടതാണ് ഇവിടെ. നിങ്ങളൊരു നമ്മൾ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് മെയിൻ ആയിട്ട് 4 ഗ്രൂപ്പ്, അഞ്ചാമത്തെ ഒരു ഗ്രൂപ്പ് റയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബോംബെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പും ഉണ്ട്. അത് ലക്ഷങ്ങളിലൊക്കെ ഒരാൾക്കൊക്കെ ഉണ്ടാവുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടിയുടെ മോന് ബോംബെ ഗ്രൂപ്പ് ആയിരുന്നു. നമ്മൾ മെയിൻ ആയിട്ട് പറയുമ്പോൾ 4 ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത് കേട്ടോ. ബ്ലഡ് ഗ്രൂപ്പുകൾ 4 ഏതൊക്കെയാ? AB നാല് ഗ്രൂപ്പുകൾ ആദ്യം മനസ്സിലാക്കി വെക്കാം കേട്ടോ. AB ഗ്രൂപ്പ്, O എന്ന് പറഞ്ഞ 4 ഗ്രൂപ്പുകൾ. നിങ്ങൾ പെട്ടെന്ന് റഫായിട്ടൊന്ന് വരച്ചെടുത്താൽ മതി. 5 റോയും 5 കോളായിട്ട് വരച്ചെടുക്കാം കേട്ടോ. ഫുള്ള് കോപ്പി ചെയ്ത് എഴുതണ്ട, നിങ്ങൾക്ക് തന്നെ എഴുതാനുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് 5 റോ 5 കോളായിട്ടൊന്ന് നിങ്ങളൊന്ന് വരച്ചെടുക്കുക കേട്ടോ. കാണുന്നില്ലേ നിങ്ങള്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഒന്ന് എവിടെ ഷെയർ ചെയ്തിട്ടു എന്നുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 5 റോ 5 കോളം വരയ്ക്കുക. ഓക്കെ, പെട്ടെന്ന് വരച്ചില്ലേ? അതില് നമ്മൾ പറഞ്ഞ 4 ഗ്രൂപ്പുകളാണ് നമുക്ക് കേട്ടോ. അപ്പൊ ഫസ്റ്റ് കോളത്തിന്റെ മുകളിൽ നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക, ഗ്രൂപ്പ് എന്ന് എഴുതുക. എന്റെ ഒപ്പത്തിന് എഴുതി പോയാൽ മതി കേട്ടോ. ഗ്രൂപ്പ് എന്ന് എഴുതാം കേട്ടോ, പെട്ടെന്ന് എഴുതാം. ഗ്രൂപ്പ്, 4 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഇനി ഓരോ കോളത്തിൽ എഴുതിയിട്ട് നിങ്ങൾ 4 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ആട്ടോ ഞാൻ പറയുന്നത്, ഒന്നാമത്തെ കോള നമ്മൾ എഴുതുന്നുള്ളൂ. തൊട്ട് താഴെ എഴുതുക B, അടുത്തത് AB ഗ്രൂപ്പ്, ABO. ക്ലിയർ അല്ലേ? 4 ഗ്രൂപ്പുകൾ മാത്രം എഴുതി വെക്കുക എല്ലാവരും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതിയേക്കുന്നത്, ടോപ്പിൽ എഴുതിയേക്കുന്നത് ആന്റിജൻ എന്നാണ്. എഴുതിക്കേ, ANTIGEN, ആന്റിജൻ. ആന്റിജൻ. ഇനി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാം. അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, അതവിടെ നിന്നോട്ടെ. അത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അന്നേരം പറയാം. ഇപ്പൊ 4 ഗ്രൂപ്പുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. ABO 4 ഗ്രൂപ്പുകൾ. അതിന്റെ തൊട്ടടുത്ത കോളത്തിൽ നമ്മൾ ആന്റിജൻ ആണ് എഴുതണേ കേട്ടോ. ആന്റിജൻ. ഇനി നോക്കാം, നമ്മുടെ ആ ഗ്രൂപ്പ് ഏതാണ്? നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഇപ്പൊ A ആണെങ്കിൽ അതായത് ആന്റിജൻ A ആയിരിക്കും. അതായത് ആന്റിജൻ, അതിന്റെ ആ ആന്റിജന്റെ പ്രസൻസ് ആണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് പറയുന്നത്. അതായത് ഇപ്പൊ എന്റെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു A ആണെന്ന് പറഞ്ഞു. എന്റെ A പോസിറ്റീവ് ആണ്. പോസിറ്റീവ് നെഗറ്റീവ് അവിടെ നിൽക്കട്ടെ, അടുത്ത സെക്ഷനിൽ പഠിക്കാം. ഇപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണ്, ഗ്രൂപ്പാണ് കേട്ടോ. A ആണ്. അതായത് എന്റെ ബ്ലഡില് ആന്റിജൻ A ഉണ്ട്. ആ ആന്റിജൻ Aയുടെ പ്രസൻസ് ആണ് എന്നെ A ഗ്രൂപ്പ് ആക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? ആ ആന്റിജൻ A എന്റെ ബ്ലഡില് ഉള്ളത് കൊണ്ടാണ് എനിക്ക് എന്റെ ഗ്രൂപ്പ് A എന്ന് ഞാൻ പറയുന്നത്. ഇനി ആന്റിജൻ B ആണുണ്ടെങ്കിൽ എന്താണ്? അവർക്ക് B ആണ്. 2 ആന്റിജന് നമുക്കുള്ളത് കേട്ടോ. 2 ആന്റിജൻ. ആ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് തിരിക്കുന്നത്. അതായത് A ആന്റിജൻ A ഉണ്ടെങ്കിൽ അവര് A ഗ്രൂപ്പാണ്. ആന്റിജൻ B ഉണ്ടെങ്കിൽ B ഗ്രൂപ്പാണ്. കണ്ടോ? അപ്പൊ അടുത്ത ആന്റിജൻ നോക്കിയേ, A ഗ്രൂപ്പുകാർക്കുടെ ആന്റിജൻ ഏതാ? സെയിം ആന്റിജൻ, സെയിം ആണ്. A ഗ്രൂപ്പുകാർക്കുടെ ആന്റിജൻ എന്ന് പറഞ്ഞാൽ A ആണ്. B ഗ്രൂപ്പുകാർക്കുടെ ആന്റിജൻ ഏതാണ്? B. നേരെ എഴുതാ കേട്ടോ, B. ഇനി അടുത്ത AB ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ 2 ആന്റിജൻ ഇല്ലേ? ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബി ഉണ്ട്. ആ 2 ആന്റിജനുകൾ അവരുടെ ബ്ലഡിൽ ഉള്ളത് കൊണ്ടാണ് അവര് AB ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കിട്ടിയ? അപ്പൊ AB ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതൊക്കെയുണ്ട് അവർക്ക്? ആന്റിജൻ A, ആന്റിജൻ B. ക്ലിയർ ആണോ? ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബി ഉണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, ലാസ്റ്റ് O ഗ്രൂപ്പ് ആണ്. O ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഇല്ല, നോ ആന്റിജൻ. എക്സാമിന് ചോദിക്കും, which blood group has no antigen?
അല്ലെങ്കിൽ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O ആണ്. O ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഇല്ല. കിട്ടിയോ? ആ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് O. അവിടെ നമുക്ക് 4 ക്വസ്റ്റ്യൻ കിട്ടി. കണ്ടോ? ഇങ്ങനെ ചോദിക്കാം കേട്ടോ. ഗ്രൂപ്പ് എയുടെ ആന്റിജൻ ഏത്? ഗ്രൂപ്പ് ബിയുടെ ആന്റിജൻ ഏത്? AB-യുടെ ആന്റിജൻ ഏത്? Oയുടെ ആന്റിജൻ ഏത്? അപ്പൊ ആന്റിജൻ ഇല്ല. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് O. ഇപ്പൊ 2 കോളം നമ്മുടെ കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ? യെസ്. ഇനി 3ാമത്തെ കോളത്തിലേക്ക് വന്നേ. ആന്റിബോഡിയാണ്. ഹെഡിങ് കൊടുക്കാം കേട്ടോ. ആന്റിബോഡി. ANTIBODY. ആന്റിബോഡി. 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 ഇനി ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും. അതായത് നമുക്കിപ്പോ എന്റെ 1ാമത്തെ ഗ്രൂപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ A ഗ്രൂപ്പാണ്. അവർക്ക് ആന്റിജൻ A ഉണ്ടല്ലോ. ആന്റിജൻ A ഉണ്ട്. അപ്പൊ അവർക്കുടെ ആന്റിബോഡി നേരെ ഓപ്പോസിറ്റ് ആണ്. ആന്റിജൻ A ആണെങ്കിൽ ആന്റിബോഡി ഓപ്പോസിറ്റ്, അതായത് B ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് വരും. ആന്റിജൻ A ഉണ്ടെങ്കിൽ ആന്റിബോഡി B ആയിരിക്കും. ആന്റിബോഡി ഏതാ? B. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരിക്കലും ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജനും സെയിം ആന്റിബോഡിയും വരില്ല. ഇപ്പൊ ആന്റിജൻ A ആണെങ്കിൽ ആന്റിബോഡി A എന്ന് പറയുന്ന ഒരിക്കലും വരില്ല. എന്തുകൊണ്ടാ? അവിടെ അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞത്, അതായത് ബ്ലഡ് ക്ലോട്ട് ആവും. ആ അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കി വെക്കുക, ആന്റിജൻ ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റിബോഡി. മനസ്സിലായില്ലേ? അതായത് ആന്റിജൻ A ആണെങ്കിൽ ആന്റിബോഡി ഏത് വരും? B. നോക്കിയേ, 2ാമത്തേത് നോക്കിയേ. ആന്റിജൻ B ആണെങ്കിൽ ഏതായിരിക്കും ആന്റിബോഡി? ഒന്ന് പെട്ടെന്ന് വെച്ചിട്ട് ആന്റിജൻ B. അപ്പൊ ഓപ്പോസിറ്റ് എഴുതിക്കോ. ആന്റിജൻ B ആണെങ്കിൽ ആന്റിബോഡി ഏത് വരും? A. വെരി ഗുഡ്. ഏതാണ്? A വരും. നേരെ ഓപ്പോസിറ്റ് വരുള്ളൂ. ഒരിക്കലും അത് മനസ്സിൽ തറവാക്കി വെക്കുക. ഒരിക്കലും ഒരേ ആന്റിജനും ഒരേ ആന്റിബോഡിയും വരില്ല. ആന്റിജൻ A ആന്റിബോഡി B, ആന്റിജൻ B ആന്റിബോഡി A. അടുത്ത് നോക്കിയേ. അടുത്തത് AB ഗ്രൂപ്പാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അവർക്ക് ആന്റിജൻ 2 എണ്ണം ഉണ്ടല്ലോ. ആന്റിജൻ A ഉണ്ട്, ആന്റിജൻ B ഉണ്ട്. അതുകൊണ്ടാണ് അവര് AB ഗ്രൂപ്പ് ആയത്. അപ്പൊ അവർക്ക് ആന്റിബോഡി ഏതെങ്കിലും വരാൻ പറ്റുമോ? ആന്റിബോഡി A വന്നാലും അഗ്ലൂട്ടിനേഷൻ നടക്കും. ആന്റിബോഡി B വന്നാലും അഗ്ലൂട്ടിനേഷൻ നടക്കും. 2 ആന്റിബോഡിയും വരാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ആന്റിബോഡി ഇല്ല. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാണ്? AB ഗ്രൂപ്പ്. Which blood group has no antibody? ആന്റിബോഡി ഇല്ലാത്തത് AB ഗ്രൂപ്പ്. എന്തുകൊണ്ടാ? അവർക്ക് 2 ആന്റിജനും ഉണ്ട്. അപ്പൊ നമുക്ക് ആന്റിബോഡി വരാൻ പാടില്ല അവിടെ, അല്ലെ? ആന്റിബോഡി A വന്നാലും പ്രശ്നമാണ്, ആന്റിബോഡി B വന്നാലും പ്രശ്നമാണ്. അതുകൊണ്ട് അവർക്ക് ആന്റിബോഡി ഇല്ല. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ അവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ്, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് AB ഗ്രൂപ്പ്. 3 കോളം ക്ലിയർ അല്ലേ? അത്ര എല്ലാവർക്കും ഫിനിഷ് ആക്കിയില്ലേ എല്ലാവരും? ഓക്കെ. അടുത്തതാണ് ശ്രദ്ധിക്കുക, ഡോണേഴ്സ്. ഇനി നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പോവാം. നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും, അല്ലെ? നമുക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാൻ പറ്റും? ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. A ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് ഒരാൾക്ക് ബ്ലഡ് നമ്മൾ കൊടുക്കണമെങ്കിൽ, അതായത് നമ്മുടെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആന്റിജൻ ഇപ്പൊ A ആണ്, എന്റെ ഗ്രൂപ്പ് A ആണ്, എന്റെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ശ്രദ്ധിച്ച് വെക്കുക, ഓർത്ത് വെക്കുക. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി നമ്മൾ ഗ്രൂപ്പിലേക്ക് വരിക കേട്ടോ. അതായത് A ഗ്രൂപ്പാണ്. A ഗ്രൂപ്പിന്റെ അതേ ആന്റിജൻ ഉള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ആ 2ാമത്തെ കോളം ഒന്ന് ശ്രദ്ധിച്ചേ. അതേ ആന്റിജൻ ഉള്ള ഗ്രൂപ്പ് A ആന്റിജൻ വരുന്നത് ഏതൊക്കെ ഗ്രൂപ്പിലാണ് ആന്റിജൻ വരുന്നത് നോക്കിയേ. A ആന്റിജൻ ഉള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാ? ആന്റിജൻ A വരുന്നത് ഏതൊക്കെ ഗ്രൂപ്പിന് ആന്റിജൻ A വരും? ഓക്കെ, വെരി ഗുഡ്. ഏതൊക്കെ ഗ്രൂപ്പിനുണ്ട്? ഗ്രൂപ്പ് A ഗ്രൂപ്പിന് ആന്റിജൻ A ഇല്ലേ? അവർക്ക് കൊടുക്കാം.
എക്ക് ഡൊണേറ്റ് ചെയ്യാം. അടുത്ത് നോക്കിയാൽ പിന്നെ ആന്റിജൻ ഉള്ള എ ഉള്ള ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ആണ് അല്ലെ. എ ബി ഗ്രൂപ്പിന് ആന്റിജൻ എ ഉണ്ട്, അവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? എ ഗ്രൂപ്പിനും എ ബി ഗ്രൂപ്പിനും. ക്ലിയർ ആണോ? എഴുതി വെച്ചോട്ടോ. ഡൊണേഴ്സ് എ ഗ്രൂപ്പിന്റെ നേരെ എഴുതി വെക്കുക കേട്ടോ. ആ കോളം കറക്റ്റ് ആക്കി ചെയ്യാം. എ ഗ്രൂപ്പുകാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ എ ഗ്രൂപ്പുകാരൊക്കെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? എക്കും കൊടുക്കാൻ പറ്റും, എ ബിക്കും കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണ്? ഇനി നോക്കി അപ്പൊ ബി ഗ്രൂപ്പുകാരൊന്ന് ശ്രദ്ധിച്ചേ. അവർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും? അതായത് അവർക്ക് ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ബി ആന്റിജൻ നോക്കിയേ, ബി ആന്റിജൻ, ആന്റിജൻ ബി ഉള്ള ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പിലൊക്കെയാണ് ആന്റിജൻ ബി കിടക്കുന്നത്? ആന്റിജൻ ബി കിടക്കണം നോക്കിയേ, ആന്റിജന്റെ കോളം നോക്കാം. ആന്റിജൻ ബി കിടക്കുന്ന ബി ഗ്രൂപ്പിന് ആന്റിജൻ ഉണ്ട്, ആന്റിജൻ ബി ഉണ്ട്. പിന്നെ ഏതാ? എ ബി ഗ്രൂപ്പിനും ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. എ ബി ഗ്രൂപ്പിനുണ്ട്. ഈ ഗ്രൂപ്പ് എഴുതുമ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം കേട്ടോ, എ ബി ഗ്രൂപ്പ്. അപ്പൊ നോക്കിയേ, രണ്ടാമത്തെ കോളത്തിലേക്ക് വന്നേ. ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? ബി ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാൻ പറ്റും? ബിക്കും കൊടുക്കാൻ പറ്റും, എ ബിക്കും കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണ്? ഇനി നോക്കാം മൂന്നാമത്തെ കോളത്തൊക്കെ എ ബി ഗ്രൂപ്പുകാരാണ്. അവർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ്? അതേ ആന്റിജൻ ഉള്ളവർക്ക്, അതായത് ആന്റിജൻ എയും വേണം, ആന്റിജൻ ബിയും വേണം. അതേ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് ആന്റിജൻ ഉള്ള ഒരേ ഒരു ഗ്രൂപ്പ് ഉള്ളൂ. ഏതാണ്? രണ്ട് ആന്റിജൻ എയും ആന്റിജൻ ബിയുടെ പ്രസൻസ് ഉള്ള ഒരേ ഒരു ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ്. കണ്ടോ? അപ്പൊ ശ്രദ്ധിക്കുക, എ ബി ഗ്രൂപ്പുകാർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു ഗ്രൂപ്പിനും അവർക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ കൂട്ടത്തിൽ ആരാ ഉള്ള എ ബി ഗ്രൂപ്പ്? എ ബി ഗ്രൂപ്പ് ആരാളുള്ളേ? ആരൊക്കെയുണ്ട്? നമ്മുടെ ഇപ്പൊ ഓൾറെഡി നമ്മുടെ ലൈവിൽ കയറിയേക്കണ ആരും ഇല്ല എ ബി ഗ്രൂപ്പ്? ആരും ഇല്ലേ? ഓക്കെ, അപ്പൊ എ ബി ഗ്രൂപ്പ് ആര്? യെസ്, മരിയ ഉണ്ട്, മറിയ. അപ്പൊ ആ കുട്ടിക്ക് ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? എ ബി ഗ്രൂപ്പുമാർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒന്ന് ശ്രദ്ധിക്കേ, ഓ ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഉണ്ടോ? ഇല്ല അല്ലേ? എന്റെ മോൾക്ക് ഉണ്ടല്ല, സംഗീത ഇട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് പ്രദീപ്. ഓക്കെ, ഇനി നോക്കിയേ, ഓ ഗ്രൂപ്പ് ആട്ടോ. ഓ ഗ്രൂപ്പുകാർക്ക് അവിടെ അവർക്ക് ആന്റിജൻ ഇല്ല. കണ്ടോ? ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം അല്ലെ, ഒരു പ്രശ്നമില്ല. ഏത് ആന്റിബോഡി വന്നാലും കുഴപ്പമുണ്ടോ? ആന്റിബോഡി ഏത് വന്നാലും കുഴപ്പമില്ല. ബ്ലഡ് നമുക്ക് അഗ്ലൂട്ടിനേഷൻ ഒന്നും സംഭവിക്കില്ല. അവിടെ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ്. അതായത് ഓ ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഓ ഗ്രൂപ്പുകാരെ അറിയപ്പെടുന്ന പേരാണ് യൂണിവേഴ്സൽ ഡോണേഴ്സ്. എന്താണ്? യൂണിവേഴ്സൽ ഡോണേഴ്സ്. എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ, ദാനം ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ഏത്? ഓ ഗ്രൂപ്പ്. എല്ലാവർക്കും കൊടുക്കാം. എക്ക് കൊടുക്കാം, ബിക്ക് കൊടുക്കാം, എ ബി ഗ്രൂപ്പിന് കൊടുക്കാം, ഓക്കും കൊടുക്കാം. എല്ലാ ഗ്രൂപ്പിനും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രൂപ്പ് ഉള്ളൂ, അതാണ് ഓ ഗ്രൂപ്പ്. അതുകൊണ്ട് എന്ത് വിളിക്കുന്നു ഓ ഗ്രൂപ്പിനെ? യൂണിവേഴ്സൽ ഡോണർ. ചോദിക്കാറുണ്ട് കേട്ടോ, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഓപ്ഷൻ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, എ ബി, ഓ. 4 ഓപ്ഷനും എടുക്കുക. യൂണിവേഴ്സൽ ഡോണർ ആരാണ്? ഓ ഗ്രൂപ്പ് ആണ്. ക്ലിയർ ആയോ? എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ആ കോൾ എല്ലാവർക്കും ഫിനിഷ് അല്ലേ? ഇവിടെ നോക്കിയാൽ അവർക്ക് ആന്റിജൻ ഇല്ലല്ലോ. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണോ? അപ്പൊ ആന്റിബോഡി ഏത് വന്നാലും കുഴപ്പമില്ലല്ലോ. ആന്റിജനും ആന്റിബോഡിയും തമ്മിലല്ലേ, ഒരേ ആന്റിജനും ഒരേ ആന്റിബോഡിയും വരുമ്പോഴല്ലേ അഗ്ലൂട്ടിനേഷൻ സംഭവിക്കുള്ളൂ. ഇവിടെ അവർക്ക് ആന്റിജൻ ഒന്നുമില്ല നമ്മുടെ ബ്ലഡില്. അപ്പൊ അതുകൊണ്ട് 4 ആന്റിബോഡിയും വരാം, ഒരു പ്രശ്നമില്ല. ആന്റിബോഡി ബി ഉള്ള ഗ്രൂപ്പ് വരാം, ആന്റിബോഡി എ ഉള്ളത് വരാം, ആന്റിബോഡി എയും ബിയും ഉള്ളത് വരാം, ഒരു പ്രശ്നമില്ല. അതായത് ഓന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അവർക്ക് ആന്റിജൻ ഇല്ല. അപ്പൊ ആന്റിബോഡി ഏത് വന്നാലും കുഴപ്പമില്ല. അതാണ് എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് ആണ്. ക്ലിയർ അല്ലേ? ഇനി
അടുത്തതാണ് റിസിപ്പിയന്റ്. ഇനി നമ്മൾ ഡൊണേറ്റ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ ആളുകളുടെയൊക്കെ ബ്ലഡ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുമെന്നും കൂടി അറിയണ്ടേ. അവിടെ റിസിപ്പിയന്റ്, നമ്മുടെ യൂണിവേഴ്സൽ റിസിപ്പിയന്റ്, നമുക്ക് ആർക്കൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും, സ്വീകരിക്കാൻ പറ്റും, അവിടെ നമ്മൾ ഇത് കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ബ്ലഡ് നമുക്ക് റിസീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം, നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. പിന്നെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അവിടെ, എന്താണെന്നറിയോ, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡും സ്വീകരിക്കാം. അപ്പൊ ബ്ലഡ് നമ്മൾ റിസീവ് ചെയ്യാണ്, സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ അതേ ആന്റിജനുള്ള ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാം, പിന്നെയോ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. അപ്പൊ നോക്കിയേ നിങ്ങള്, ഒന്നാമത്തെ ഗ്രൂപ്പിലേക്ക് നമ്മൾ പോവാണ്, ഗ്രൂപ്പ് എ ആണ്. അപ്പൊ അതേ ആന്റിജനുള്ള ഗ്രൂപ്പ് ഏതാ? അതേ ആന്റിജൻ എ ഉള്ള, ആന്റിജൻ എ ഉള്ള ഗ്രൂപ്പ് ഏതാണ്? ഏതാണ് ആന്റിജൻ എ ഉള്ള ഗ്രൂപ്പ്? എയിൽ നിന്ന് വാങ്ങാം. പിന്നെ ആന്റിജൻ എ ഉള്ളത് നോക്കിയേ, എ ബിയിൽ വരുമോ? അവിടെ 2 ആന്റിജനുണ്ട് അല്ലേ? അത് പറ്റില്ല, 2 ആന്റിജനും ഉണ്ട് അവിടെ, എയുണ്ട് ബിയുണ്ട്. അതേ ആന്റിജൻ, അതായത് നമ്മുടെ അതേ ആന്റിജനുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ആണ് വരുന്നത് അല്ലെ. എ ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ ആന്റിജൻ എ വരുന്നത്. എ ബിയിൽ 2 ആന്റിജൻ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് പറ്റില്ല. ആന്റിജൻ എ, നമ്മുടെ അതേ ആന്റിജൻ ഉള്ള ഗ്രൂപ്പ്, അതായത് എ എന്ന് പറയുന്ന ഗ്രൂപ്പ്. പിന്നെ എന്താണ് ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ്? ഏതാണ് ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ്? ഓക്കെ. അപ്പൊ നമുക്ക് എ ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം? എയിൽ നിന്നും റിസീവ് ചെയ്യാം, ഓ ഗ്രൂപ്പുകാർക്കുടെ ബ്ലഡ് സ്വീകരിക്കാം. ഓക്കെ. ഇനി ഗ്രൂപ്പ് ബി ആണ്. ബി എന്ന് പറയുമ്പോൾ ആന്റിജൻ ഏതാണ്? ബി ആണ്. അതായത് നമ്മുടെ അതേ ആന്റിജനുള്ള ബിയിൽ നിന്ന് വാങ്ങാം. പിന്നെ ഒരു ഓപ്ഷൻ എന്താ നമ്മൾ പറഞ്ഞത്? ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പും വാങ്ങാം, അതായത് ബിയും ഓയും. ബിക്കാർക്കിടെ നമുക്ക് വാങ്ങാൻ പറ്റും. ഒരു ബ്ലഡ് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഉള്ള ആൾക്ക് ബിക്കാർക്കിടെ ബ്ലഡ് വാങ്ങാം. പിന്നെ ആന്റിജൻ ഇല്ലാത്തത്, അതായത് ഓക്കാർക്കിടെ ബ്ലഡ് വാങ്ങാം. ഇനി ഇവിടെ നോക്കിയേ, എ ബി ഗ്രൂപ്പ്. എ ബി ഗ്രൂപ്പിന് എന്തുണ്ട്? 2 ആന്റിജൻ ഉണ്ട് അല്ലെ. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അതായത് 2 ആന്റിജനും ഉള്ള ഗ്രൂപ്പാണ് എ ബി എന്ന് പറയുന്നത്. അപ്പൊ 2 ആന്റിജനുള്ള ഗ്രൂപ്പുകാർക്ക് എയിൽ നിന്ന് വാങ്ങാം അല്ലേ, എയിൽ നിന്ന് വാങ്ങാം. പിന്നെ ബിയിൽ നിന്ന് വാങ്ങാം, എ ബി കർക്കിട വാങ്ങാം. ഇനി ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പും വാങ്ങാം. എല്ലാ ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം. ആർക്ക്? എ ബി കാർക്ക്. അവർ പേടിക്കണ്ട, എ ഗ്രൂപ്പ് എ ബി ആണെങ്കിൽ എല്ലാവർക്കിടെയും ബ്ലഡ് റിസീവ് ചെയ്യാം, എല്ലാ ഗ്രൂപ്പുകാർക്കിടെയും ബ്ലഡ് റിസീവ് ചെയ്യാം. അതുകൊണ്ട് എ ബി ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേരാണ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. എക്സാമിന് ചോദിക്കും, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്? ഏത് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് അറിയപ്പെടുന്നത്? ഏത് ഗ്രൂപ്പാ? എ ബി ഗ്രൂപ്പ്. എഴുതി വെക്കാട്ടോ, ആ കോളത്തിൽ എഴുതാം. എല്ലാ ഗ്രൂപ്പിനും കൊടുക്കാം. എ ബി ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. ഇനി നോക്കിയേ, ഇനി ഓക്കാർക്ക്, അതായത് അവർക്ക് ആന്റിജൻ ഇല്ല അല്ലെ, ആന്റിജൻ ഇല്ല. അപ്പൊ അവർക്കിടെ ഇതിൽ എന്തുണ്ട്? 2 ആന്റിബോഡി വന്നിട്ടുണ്ട് അല്ലെ. 2 ആന്റിബോഡി അവിടെ കിടക്കണ്ട. ആന്റിബോഡി എ ഉണ്ട്, അവർക്ക് ആന്റിബോഡി ബി ഉണ്ട്. ആന്റിജൻ എ കൂടി ചേരുകയാണെങ്കിലോ ആന്റിജൻ എക്കാർക്കിടെ വാങ്ങാൻ പറ്റും, അതായത് എ ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാൻ. ആന്റിജൻ എ അവിടെ ഉണ്ട്, അപ്പൊ അവർക്കിടെ ഇതിനകത്ത് ആന്റിബോഡി എ ഉണ്ട്, അഗ്ലൂട്ടിനേഷൻ നടക്കും. ബിക്കാർക്കിടെ വാങ്ങാൻ പറ്റില്ല, അതായത് അവർക്ക് ആന്റിജൻ ബി, ആന്റിജൻ ബി ഉണ്ട്, പിന്നെ അവർക്ക് ആന്റിബോഡി ബിയും അഗ്ലൂട്ടിനേഷൻ. അപ്പൊ അതായത് അവർക്ക് ഈ ഓ ഗ്രൂപ്പുകാർക്ക് എന്താ, ഓ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒള്ളി ഓ ഗ്രൂപ്പ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ഗ്രൂപ്പുകളും 4 ഗ്രൂപ്പ് മനസ്സിലാക്കുക, അതിന്റെ ആന്റിജൻ ഏതാണെന്ന് മനസ്സിലാക്കുക, ആന്റിബോഡി ഏതാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ 2 എണ്ണം, അതാണ് ഞാൻ അവിടെ ഗ്രീൻ ഇങ്കിൽ അവിടെ എഴുതി വെച്ചേക്കുന്നത്. യൂണിവേഴ്സൽ ഡോണർ, യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. ഡോണർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നതാണ് ഡോണർ.
ബ്ലഡ് ദാനം ചെയ്യാൻ പറ്റുന്നത്. എല്ലാ ഗ്രൂപ്പിനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ഓ. ഇപ്പൊ ഒരാള് നമ്മുടെ ആൾക്കാരുണ്ടാവുമല്ലോ അല്ലെ, ഓ ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, ദാനം ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി, എന്താണ് നമുക്ക് സ്വീകരിക്കാൻ, ആർക്കിടെ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ? നമുക്കിപ്പോ എബിക്കാർക്കാണെങ്കിൽ നമുക്ക് എന്താണ് എല്ലാവർക്കും ബ്ലഡ് ഗ്രൂപ്പ് റിസീവ് ചെയ്യാം, സ്വീകരിക്കാൻ പറ്റും. അതാണ് ഡോണർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ദാനം ചെയ്യാൻ കഴിയുന്നവര്. റിസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നവര്. അത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഞാൻ അവിടെ ഗ്രീനിങ്ങിൽ എഴുതി വെച്ചിട്ടുണ്ട് യൂണിവേഴ്സൽ ഡോണർ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ ഓ ഗ്രൂപ്പ്. വിച്ച് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എ ബി ഗ്രൂപ്പ്. ക്ലിയർ ആയില്ലേ? ആ ടേബിൾ കംപ്ലീറ്റ് ആക്കി ഒന്ന് വേഗം. ഇനി ഒന്നുകൂടി ഒന്ന് നോക്കാം കേട്ടോ ടേബിള്. ഇതിന് ഈ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും നിങ്ങൾക്ക്. അതാണ് ടേബിൾ അത്രയും ഇതായിട്ട് പറയുന്നത്. നമ്മുടെ നിങ്ങളുടെ ടെക്സ്റ്റില് അത് പറഞ്ഞിട്ടില്ല കേട്ടോ. എ ബി ഒ ഗ്രൂപ്പ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഒന്നുകൂടി ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഇവിടെ നോക്കിയേ, ഇപ്പൊ ഞാൻ നമ്മുടെ ടെക്സ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങള്? ഷെയർ ചെയ്തേക്കുന്ന കാണുന്നുണ്ടോ ടെക്സ്റ്റ്? നോ, ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് കണ്ടോ? അതാണ് ആ ഗ്രൂപ്പുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അതായത് നമ്മള് ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പോകുമ്പോൾ പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ ടെസ്റ്റുകളും എന്ത് ചെയ്യും? അവര് നോക്കും. അതിൽ ആദ്യം നോക്കുന്നതാണ് ഗ്രൂപ്പ്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? 4 ഗ്രൂപ്പുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ആ ഗ്രൂപ്പ് എങ്ങനെയാ പറയുന്നത്? ആന്റിജൻസിന്റെ പ്രസൻസ് ആണ്. ഏത് ആന്റിജനാ നമ്മുടെ ബ്ലഡിലുള്ള അതാണ് നമ്മുടെ ഗ്രൂപ്പ്. ആന്റിജൻ എ ആണ് ഉള്ളെങ്കിൽ അത് എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ആണുള്ളതെങ്കിൽ ബി ഗ്രൂപ്പ്. ആന്റിജൻ എയും ഉണ്ട്, ഒരാളുടെ ബ്ലഡിൽ ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ടെങ്കിൽ അവര് എ ബി ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ്. 4 ഗ്രൂപ്പുകൾ നോക്കും. ഇനി അടുത്തതാണ് RH ടൈപ്പിംഗ്. RH ടൈപ്പ് എന്ന് പറഞ്ഞാൽ നോക്കി, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇനിയിപ്പോ ഏത് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അതായത് അത് പോസിറ്റീവ് ആണോ, എ പോസിറ്റീവ് ആണോ, എ നെഗറ്റീവ് ആണോ അല്ലെ. ഇനി ബി പോസിറ്റീവ് ആണോ, ബി നെഗറ്റീവ് ആണോ, എ ബി പോസിറ്റീവ് ആണോ, എ ബി നെഗറ്റീവ് ആണോ, ഓ പോസിറ്റീവ് ആണോ, ഓ നെഗറ്റീവ് ആണോ? കണ്ടോ? അതായത് 4 നമ്മള് ആ ഗ്രൂപ്പുകൾക്ക് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. RH ടൈപ്പിംഗ് ആണ് കേട്ടോ. RH ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ആണ്. RBC സെൽസിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ്. RH ഫാക്ടർ ഈസ് എ പ്രോട്ടീൻ ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ദ RBC സെൽ. ബ്ലഡ് സെൽസിന്റെ സർഫസിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് ഈ RH ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ RH ഫാക്ടർ ഉണ്ട് ഒരാളുടെ ബ്ലഡില്, ആ പ്രോട്ടീൻ പ്രസന്റ് ആണ്. RH ഫാക്ടർ ഉണ്ടെങ്കിൽ അവര് പോസിറ്റീവ് ഗ്രൂപ്പുകാര്. അപ്പൊ പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കുടെയും ബ്ലഡിൽ എന്തുണ്ട്? RH പ്രോട്ടീൻ ഉണ്ട്, RH ഫാക്ടർ ഉണ്ട്. അതിന്റെ പ്രസൻസ് നോക്കിയിട്ടാണ്. RH ഫാക്ടർ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഗ്രൂപ്പ്, RH ഫാക്ടർ ഇല്ലാത്ത ഗ്രൂപ്പുകളാണ് നെഗറ്റീവ് ഗ്രൂപ്പുകൾ. ഇനി അവിടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് അവര് നോക്കുക എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് അടുത്തത് നോക്കുന്നത്.
ഇനി മൂന്നാമത്തെ അവൾ എന്താ ടെസ്റ്റ് ചെയ്തത്? സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ദാറ്റ് മേ കോസ് കോംപ്ലിക്കേഷൻ ഇൻ ദ റെസിപ്പിയന്റ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്. ഇനി അടുത്തത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകളാണ് നോക്കുന്നത്. അതായത് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ, പകർന്നൊഴിക്കുമ്പോൾ ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് എന്ന് വെച്ചാൽ അൺഎക്സ്പെക്ടഡ്, അപ്രതീക്ഷിതമായിട്ടുള്ള ആന്റിബോഡീസ്, റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ഉണ്ടോ? അതായത് നമ്മൾ ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിന് സാധ്യതയുള്ള റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യും. അതായത് ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകൾ നോക്കും. അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. എന്തെങ്കിലും നമുക്ക് ആ റിസീവ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കോംപ്ലിക്കേഷൻ, അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും RBC സെൽസ്, അപ്രതീക്ഷിതമായിട്ടുള്ള അൺഎക്സ്പെക്ടഡ് RBC സെൽസിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. അതായത് ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകൾ നോക്കും. അടുത്തതാണ് നോക്കിയേ, സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ ഇൻക്ലൂഡിങ് എന്താണ് ഈ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കും. ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B and C ഉണ്ടോ? ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B യും C ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അതെന്ന് വെച്ചാൽ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സിൽ കൂടെയൊക്കെ പകർന്നതാണ്. 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതില് ബാക്കി നമ്മുടെ എയും ബിയും ഇയും അത് നമുക്ക് ഫുഡിൽ കൂടെയൊക്കെ അത് സ്പ്രെഡ് ചെയ്യുന്നത്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും അത് നമ്മുടെ ബ്ലഡ് കൂടെയൊക്കെയാണ് അത് പകരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹെപ്പറ്റൈറ്റിസ് വൈറസിന്റെ പ്രസൻസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും അതിന്റെ പ്രസൻസ് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യില്ല. ഉണ്ടാവും അതെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, അത് നമുക്ക് റിസീവ് ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെ? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? കരൾ വീക്കം ആണ് കേട്ടോ, കരൾ വീക്കം, ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ, കരൾ വീക്കം. ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉണ്ടോ? അതിന് കാരണമാകുന്ന, ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്ന വൈറസുകൾ ഹെപ്പറ്റൈറ്റിസ് ബിയും, വൈറസ് ബിയും സിയും ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ അടുത്താണ് HIV ഉണ്ടോ എന്ന് നോക്കും, അല്ലെ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അല്ലെ? എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് അല്ലേ HIV വൈറസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കും. ഒരാൾ HIV ഉണ്ട് അന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അത് റിസീവ് ചെയ്യുന്ന ആളുകൾക്കും അത് തന്നെ വരും, അല്ലെ? അത് ബ്ലഡിൽ കൂടെ പകരുന്നതാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ വൈറസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കും. അടുത്താണ് ട്രിക്കോണിമ പാലിഡ് എന്ന് പറയുന്നത്. അത് എന്താ പറയാ, അത് ഈ സിഫിലസ്, അത് വൈറസിന്റെ ബാക്ടീരിയ ആണ് കേട്ടോ, ബാക്ടീരിയ. ട്രിക്കോണിമ പാലിഡം അതായത് പറങ്കിപ്പുണ്ടെന്ന് പറയും മലയാളത്തില്. അതിന് കാരണമാകുന്നതാണ് ഈ സിഫിലസ്, പറങ്കിപ്പുണ്ട്. ബാക്ടീരിയൽ ഡിസീസ് ആണ് കേട്ടോ അത്. അതിന് കാരണമാകുന്ന വൈറസിന്റെ പേരാണ് ട്രിക്കോണിമ പാലിഡം എന്ന് പറയുന്നത്. സിഫിലിസിന് കാരണമാകുന്ന വൈറസ് ആണ് ട്രിക്കോണിമ പാലിഡം. വൈറസ് അല്ല, ബാക്ടീരിയൽ ഡിസീസ് ആണ് കേട്ടോ. സിഫിലിസ് ഈസ് ആൻ ബാക്ടീരിയൽ ഡിസീസ്. സിഫിലിസ് ഈസ് എ ബാക്ടീരിയൽ ഡിസീസ്, ഈസ് ആൻ ഇൻഫെക്ഷ്യസ് ബാക്ടീരിയൽ ഡിസീസ്. ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആണ് സിഫിലസ്, അതായത് പറങ്കിപ്പുണ്ണ് എന്ന് പറയുന്നത്. അതിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ്, അത് എഴുതി വെച്ചോട്ടോ. ആ സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ് ട്രിക്കോണിമ പാലിഡം. ആ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതും നോക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോഴും അവര് നോക്കുന്നത്. ടെസ്റ്റുകളാണ്. ആദ്യം നമ്മൾ പ്രിലിമിനറി ടെസ്റ്റുകൾ പറഞ്ഞു. ആ പ്രിലിമിനറി ടെസ്റ്റുകളുടെ ഒപ്പം തന്നെ ഇതും കൂടി നോക്കും. ആദ്യം ഗ്രൂപ്പുകൾ നോക്കും. ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കും. പിന്നെ എന്തെങ്കിലും നമ്മൾ ട്രാൻസ്മിഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നോക്കും. പിന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും രോഗങ്ങൾ അവർക്കുണ്ടോ, അതായത് ഹെപ്പറ്റൈറ്റിസ് വൈറസസ് ബിയും സിയും
അതിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കും. HIV വൈറസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കും. ട്രിപ്പോണിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയ, ബാക്ടീരിയ ആണ്, സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇത്രയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞില്ല. നമുക്ക് ഡയബറ്റീസ് പേഷ്യൻസിന് കുഴപ്പമില്ല, അവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം, നല്ലതാണെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ആ ബ്ലഡ് പോയി പുതിയ പുതിയ ബ്ലഡുകളല്ലേ വന്നത്, അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത്രയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. BP ഒന്നും കുഴപ്പമൊന്നുമില്ല. ഡയബറ്റീസ്, പ്രമേഹ രോഗികളൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. ഇനി അടുത്തത് ഒരു ടേബിൾ ആണ് അവിടെ തന്നേക്കുന്നത്, അപ്പൊ അതൊന്ന് നോക്കിയേക്കാം കേട്ടോ. ആ ബാക്ടീരിയ എന്നുള്ളതൊന്ന് എഴുതി വെച്ചത്. അതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, സിഫിലിസ് ഈസ് എ ഡാഷ് ഡിസീസ് എന്ന് ചോദിച്ചു. അത് ബാക്ടീരിയൽ ഡിസീസ് ആണ് കേട്ടോ സിഫിലിസ് എന്ന് പറയുന്നത്. അതിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ് ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്നത്. ഇനി നമ്മള് ഇവിടെ ഒരു എന്താ പറയാ ഒരു ടേബിൾ ആണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്. അക്കോർഡിംഗ് ടു അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്, ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്പ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്, ഈ രീതിയിലാണ് അവിടെ അവര് ബ്ലഡ് ഡെലിവറി ചെയ്യുന്നത്. RH പോസിറ്റീവ് 39%, B RH പോസിറ്റീവ് 9%, AB RH പോസിറ്റീവ് 30%, RH നെഗറ്റീവ് 9%, RH പോസിറ്റീവ് 31%, and negative RH negative 6%, B RH negative 2%, AB RH negative 1%. അത് ഇതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല കേട്ടോ. അക്കോർഡിംഗ് ടു അമേരിക്കൻ അസോസിയേഷൻ ബ്ലഡ് ബാങ്ക് അതനുസരിച്ച് ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡെലിവറിയിൽ ഈ പറയുന്ന രീതിയിൽ എത്രയും പെർസെന്റേജ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് ഡെലിവറി ചെയ്യുന്നത്, അത് അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അടുത്തത് നോക്കി, ഇതെല്ലാ എക്സാമിനും ഇതിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. ബ്ലഡ് ഈ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ ബ്ലഡ്, ബ്ലഡിലെ കമ്പോണന്റ് അല്ലെങ്കിൽ ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ കണ്ടിട്ടില്ല. ഈ 4 ഗ്രൂപ്പുകൾ നമുക്ക് പഠിക്കാണ്ട് ഇതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് കേട്ടോ. ബ്ലഡിലെ കമ്പോണന്റ് ആണ്, ഘടകങ്ങളാണ് കേട്ടോ, ബ്ലഡിലെ ഘടകങ്ങൾ. When blood or one of its constituent parts is transferred, each component serves any function that include the following. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ബ്ലഡ് എടുത്താൽ അതുപോലെ തന്നെയല്ല അവിടെ ബ്ലഡ് ബാഗിൽ അവർ സ്റ്റോർ ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡിലുള്ള ഓരോ കമ്പോണൻസും അവരെന്ത് ചെയ്യുന്നു, മാറ്റുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. അത് ഏതാ പറഞ്ഞേ, സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിൽ ഇട്ടിട്ട് നമ്മുടെ ബ്ലഡിലെ ഓരോ ഘടകങ്ങളെയും തിരിക്കുന്നു. RBC ഏതൊക്കെയാ ബ്ലഡിലെ കമ്പോണൻസ് എന്ന് പറയുന്നത്, ഏതൊക്കെയാ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. 4 ഘടകങ്ങളാണ് ഉള്ളത് കേട്ടോ ബ്ലഡിലെ. രക്തകോശങ്ങൾ 3 RBC, ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്. 4 കമ്പോണന്റ് ഇപ്പോഴും മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ബ്ലഡിലുള്ള 4 കമ്പോണൻസ് ആണ് ഏത്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഓക്കെ, ഇനി RBC എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസ് ആണ് RBC. RBC എന്താ ചെയ്യുന്നത്, അപ്പൊ അതിന് മുന്നേ നമുക്കൊന്നും നോക്കി വെക്കണം. അതായത് RBCയുടെ സയന്റിഫിക് നെയിം, അത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, നമുക്ക് പഠിക്കാൻ തന്നിട്ടില്ല, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. RBCയുടെ സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ് എന്ന് പറയും, അതൊന്ന് എഴുതി വെച്ചോ. അരുണ രക്താണുക്കളാണ് കേട്ടോ RBC. എറിത്രോസൈറ്റ് ERYTHROCYTES, എറിത്രോസൈറ്റ്സ് സയന്റിഫിക് നെയിം ആണ് കേട്ടോ. RBCയുടെ സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്സ്. നമ്മുടെ രക്തത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശാണ്, ബ്ലഡ് സെൽസ് ആണ് കേട്ടോ, രക്തകോശാണ് RBC എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന രക്തകോശമാണ്, ഒന്നുകൂടി പറയണം. ഓക്കെ, അതായത് നമ്മള് ബ്ലഡിലെ കമ്പോണൻസ് പറയുന്നത്, ബ്ലഡിലെ ഘടകങ്ങൾ. ബ്ലഡില് നമ്മള് ബ്ലഡ് സെൽസും ഉണ്ട്, പ്ലാസ്മയുണ്ട്.
ഓക്കെ. അപ്പൊ അതായത് ഈ ബ്ലഡ് സെൽസ് 3 നമുക്ക് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, രക്തകോശങ്ങളാണ്. അതും പ്ലാസ്മയും കൂടി ചേരുന്നതാണ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞ RBC, റെഡ് ബ്ലഡ് സെൽസ് ആണ്. അതിന്റെ സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്. ERY THRO CYTES, എറിത്രോസൈറ്റ്സ് എന്ന് പറയും കേട്ടോ. എറിത്രോസൈറ്റ്സ് മലയാളം RBCയുടെ അരുണ രക്താണുക്കളാണ്. അരുണ രക്താണുക്കൾ. എന്താ അരുണ രക്താണുക്കൾ? ഇതിന് നമുക്ക് ആ ഹീമോഗ്ലോബിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് ചുവന്ന നിറത്തോട് കൂടിയത് ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഹീമോഗ്ലോബിന്റെ പ്രസൻസ് ഉള്ളത്. ആ ബ്ലഡിന് കളറില്ലേ, റെഡ് നിറം നൽകുന്നത് RBC, റെഡ് ബ്ലഡ് സെൽസ്, അരുണ രക്താണുക്കൾ എന്ന് പറയും. അതുകൊണ്ടാണ് അവർക്ക് ആ പേര് ലഭിച്ചത്. ഹീമോഗ്ലോബിന്റെ പ്രസൻസ് ഉള്ളത് ഇതിലാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു മാംസ്യം ഇവയിലുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ചുവന്ന നിറം ലഭിച്ചതും ആ പേര് കിട്ടിയത്. റെഡ് ബ്ലഡ് സെൽസ്, റെഡ് ചുവപ്പ്, റെഡ് ബ്ലഡ് സെൽസ് എന്ന ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ്. ഇത് നോക്കാം. ഈ ബ്ലഡ് സെൽസ്, ഈ റെഡ് ബ്ലഡ് സെൽസ് RBC എന്താ ചെയ്യുന്നത് നോക്കിയേ. These cells transport oxygen to the tissue in the body. കണ്ടോ, നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ കൊണ്ടുപോകുന്ന രക്തകോശമാണ് RBC. എങ്ങനെയാ ചോദിക്കുക എക്സാമിന്? Which blood cells transport oxygen to the tissue? അങ്ങനെ ചോദിക്കുന്ന ടിഷ്യൂസ് ഇൻ ദ ബോഡി. കണ്ടോ, നമ്മുടെ ബോഡിയിലെ എല്ലാ കലകളിലേക്കും ഓക്സിജനെ കൊണ്ടുപോകുന്ന രക്തകോശമാണ്, ബ്ലഡ് സെല്ലാണ് RBC എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തു വെച്ചോ? ഇനി and are commonly used to treat anemia. എന്തിനു ഉപയോഗിക്കുന്നു? അനീമിയ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നു. and are commonly used to treat anemia. അനീമിയക്ക് വേണ്ടി ഉപയോഗിക്കും. അനീമിയ എന്ന് പറഞ്ഞാൽ പിളർച്ച അല്ലെ? A blood doesn't have enough healthy RBC. ഇല്ലാത്ത, ഹെൽത്തി RBC ഇല്ലാത്ത ഒരവസ്ഥയാണ് അനീമിയ അല്ലെങ്കിൽ പിളർച്ച. അപ്പൊ അനീമിക് പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന് ഏതാ നമ്മള്? അപ്പൊ അവർക്ക് എന്താണ്? ഇപ്പൊ ഒരു പേഷ്യന്റ് അനീമിയ ആണ്, അവർക്ക് എന്ത് ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി? ബ്ലഡിലെ ഏത് കമ്പോണന്റ് കൊടുത്താൽ മതി? RBC കൊടുത്താൽ പോരെ? എല്ലാരും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്ലഡ് നേരെ ഒറ്റ ഇതാക്കി അല്ല അവർ സ്റ്റോർ ചെയ്യുന്നത്. ബ്ലഡിലുള്ള ഈ 4 കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്യും. സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യും. RBC വേറെ, പ്ലേറ്റ്ലെറ്റ് വേറെ, വൈറ്റ് ബ്ലഡ് സെൽസ് വേറെ, പ്ലാസ്മ വേറെ, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവര് ബ്ലഡ് ബാങ്കില് അവര് സ്റ്റോർ ചെയ്ത് വെച്ചത്. ഇപ്പൊ നമുക്ക് ഏതാ കുറവ് അല്ലെ? RBCയുടെ കുറവുള്ളവർക്ക് RBC മാത്രം കൊടുത്താൽ മതി. വൈറ്റ് ബ്ലഡ് സെൽസ് കുറവുള്ളെങ്കിൽ ആ ബ്ലഡിലെ വൈറ്റ് ബ്ലഡ് സെൽസ് മാത്രം കൊടുത്താൽ മതി. അല്ലാതെ ബ്ലഡ് ഫുള്ളായിട്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്യല്ല. അപ്പൊ അതിനകത്ത് ഫസ്റ്റത്തെ ആണ് ബ്ലഡിലെ കമ്പോണന്റ് എത്രയുണ്ട്? 4 കമ്പോണൻസ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഈ 4 ഘടകങ്ങളാണ് ബ്ലഡിലുള്ളത്. 4 കമ്പോണൻസ്. അതായത് അതിൽ ആദ്യത്തെ 3 രക്തകോശങ്ങളാണ്, ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. മറ്റേത് വാട്ടറി ഫ്ലൂയിഡ് പാർട്ട്, അതാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പൊ അത് 4 കൂടി ചേരുമ്പോഴാണ് ശരിക്കും നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റത്തെ കമ്പോണന്റ് ആണ് നമ്മൾ പറഞ്ഞത് RBC, റെഡ് ബ്ലഡ് സെൽസ്. അതിന്റെ സയന്റിഫിക് നെയിം എന്താ എഴുതിയത്? എറിത്രോസൈറ്റ്, ERYTHRO CYTES, എറിത്രോസൈറ്റ്സ് എന്നാ പറയുന്നത്. അതായത് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പേര് വരാൻ കാര്യം എന്താ? ഹീമോഗ്ലോബിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട്. ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു മാംസ്യം അതിനകത്തുള്ളത് കൊണ്ടാണ് അതിന് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പേര് വരാൻ കാര്യം. നമ്മുടെ ബ്ലഡിന് കളർ കൊടുക്കുന്നതാണ് ഹീമോഗ്ലോബിൻ. ആ ഹീമോഗ്ലോബിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് എന്താ നമ്മുടെ ബ്ലഡ് ചുവന്ന നിറത്തിലിരിക്കാൻ കാര്യം. RBC സെൽസ്. ഇനി RBC എന്താ ചെയ്യുന്നത്? നമ്മുടെ ആ രക്തകോശം എന്താ ചെയ്യുന്നത്? These cells transport oxygen to the tissues in the body and are commonly used to treat anemia. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജനെ എത്തിക്കുന്ന രക്തകോശമാണ്, ബ്ലഡ് സെല്ലാണ്
ആര്? RBC. ക്ലിയർ ആയി? ഒന്നാമത്തെ സയന്റിഫിക് നെയിം കിട്ടി അല്ലെ? എന്താണ് അതിന്റെ ഫംഗ്ഷൻ? These blood cells transport oxygen to the tissues in the body. അങ്ങനെ തന്നെ ചോദിക്കും, which blood cell transport oxygen to the tissues in the body? ഇതാണ് RBC. രണ്ടാമത്തെയാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്, ഇതിന്റെ പ്ലേറ്റ്ലെറ്റിന്റെ സയന്റിഫിക് നെയിം ആണ് ത്രോംബോസൈറ്റ്. THROMBOCYTS. ത്രോംബോസൈറ്റ്. THROMBOCYTS. ത്രോംബോസൈറ്റ്സ്. കിട്ടിയ? THROMBOCYTS. ത്രോംബോസൈറ്റ്സ് എന്നാണ് ഈ പ്ലേറ്റ്ലെറ്റ് അറിയപ്പെടുന്നത്. ഓക്കെ, ദേ ഹെൽപ്പ്. ഇതെന്താ ചെയ്യുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്? പ്ലേറ്റ്ലെറ്റ് ബ്ലഡ് സെൽ എന്താ ചെയ്യുന്നത്? ദേ ഹെൽപ്പ് ദ ബ്ലഡ് ടു ക്ലോട്ട്. നമ്മുടെ ബ്ലഡ് ഒന്നുകൂടി പറയണം. ത്രോംബോസൈറ്റ്. THROMBOCYTS. സഹീറിവിടെ സ്പെല്ലിങ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത്? ഈ രക്തകോശം എന്താ ചെയ്യുന്നത്? ഈ ബ്ലഡിൽ ഈ കമ്പോണന്റ് എന്താ ചെയ്യുന്നത്? ദേ ഹെൽപ്പ് ദ ബ്ലഡ് ടു ക്ലോട്ട്. നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. ഈ പ്ലേറ്റ്ലെറ്റ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കുറച്ച് കഴിയുമ്പോ ക്ലോട്ട് ആവൂലേ? അല്ലേ? കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ തന്നെ അത് ക്ലോട്ട് ആവും, ആ ബ്ലഡ് ഫ്ലോ നിൽക്കും. അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആയാലും ഇങ്ങനെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് സഹായിക്കുന്ന ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടാ. They help the blood to clot and used to treat leukemia and other forms of cancer. എന്തിനു കൂടി ഉപയോഗിക്കുന്നു? ലുക്കീമിയ. നമ്മൾ പറഞ്ഞില്ലേ ലുക്കീമിയ എന്താ? ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ അല്ലെ? അതിന്റെ ട്രീറ്റ്മെന്റിനും മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ്സിനും ഒക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ പ്ലേറ്റ്ലെറ്റ് ആണ് കൊടുക്കുന്നത്. പ്ലേറ്റ്ലെറ്റ് ആണ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്നു. അതുപോലെ ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ ഇതിന്റെ ട്രീറ്റ്മെന്റിനും ഉപയോഗിക്കുന്നു. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്. അപ്പൊ ഇവിടെ ചോദിക്കൂട്ടാ, വിച്ച് ബ്ലഡ് സെൽ ഹെൽപ് ദ ബ്ലഡ് ടു ക്ലോട്ട്? അല്ലെങ്കിൽ വിച്ച് ബ്ലഡ് സെൽ ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ? 2 ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വരും. ഒന്ന് സയന്റിഫിക് നെയിം ചോദിക്കാം, പിന്നെ ആ സെന്റൻസ് തന്നെ എടുത്ത് ചോദിക്കാം. ബ്ലഡ് ക്ലോട്ട് സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റ്. ക്ലിയർ ആയോ? 2 എണ്ണം പ്ലേറ്റ്ലെറ്റ്. ഓക്കെ അല്ലേ? RBC എന്തിനാ സഹായിക്കുന്നേ? These cells transport oxygen to the tissue of the body. നമ്മുടെ ബോഡിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഓക്സിജനെ കൊണ്ടുപോകുക, ഓക്സിജൻ എത്തിക്കുക, അതാണ് RBC സെൽസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏത് ട്രീറ്റ്മെന്റിന്? അനീമിയ ട്രീറ്റ്മെന്റിനും ഉപയോഗിക്കുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് പ്ലേറ്റ്ലെറ്റ് ആണ്. സയന്റിഫിക് നെയിം പറഞ്ഞ ത്രോംബോസൈറ്റ് ആണ്. എന്തിനു സഹായിക്കുന്നു? ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന ബ്ലഡ് സെല്ലാണ്. രക്തത്തിന്റെ ഒരു കമ്പോണന്റ് ആണ്, ഒരു ഘടകമാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്ലഡ്. ബ്ലഡിലെ ഒരു കമ്പോണന്റ് ആണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെയാണ് വൈറ്റ് ബ്ലഡ് സെൽസ്, WBC. WBC ഇതിന്റെ സയന്റിഫിക് നെയിം ആണ് ല്യൂക്കോസൈറ്റ്. എഴുതി വെച്ചോ, LEUKOCYTS. ല്യൂക്കോസൈറ്റ്സ്. LEUKOCYTS. ല്യൂക്കോസൈറ്റ്സ്. വൈറ്റ് ബ്ലഡ് സെൽസ്, WBC ഷോർട്ട് ചെയ്ത് പറയാട്ടോ. അപ്പൊ WBC നിങ്ങൾ എഴുതുമ്പോ W, B യും C യും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം കേട്ടോ എല്ലാവരും. WBC. These cells help in fighting infection. കണ്ടോ, ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്ത് പെട്ടെന്നൊന്നും നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാല് നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ ഇതാവില്ല അല്ലെ? എന്താ, നമുക്ക് ബോഡിക്ക് തന്നെ ഒരു പ്രതിരോധ ശേഷിയുണ്ട്.
അസുഖങ്ങളെ ഫൈറ്റ് ചെയ്യാനുള്ളതുണ്ട്. അതാരാ സഹായിക്കുന്ന? ഫൈറ്റ് ചെയ്യുന്ന ആരാ? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. കണ്ടോ? ദീസ് സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ, രോഗപ്രതിരോധ സംവിധാനത്തെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ, നമുക്ക് പെട്ടെന്ന് രോഗങ്ങളൊക്കെ വരാതെ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് WBC എന്ന് പറയുന്നത്. ഈ WBCയുടെ ഒക്കെ കുറവുള്ളവർക്ക് എപ്പോഴും അസുഖമൊക്കെ വന്നത് ഫൈറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല അല്ലെ? രോഗാണുക്കളൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ ഈ WBC സെൽസ് എന്ത് ചെയ്യുന്നു? അതിനെ, ആ ഇൻഫെക്ഷനെയൊക്കെ ഫൈറ്റ് ചെയ്യും, തടഞ്ഞു നിർത്തും, നമ്മുടെ ബോഡിയിലേക്ക് കയറ്റാതെ തടഞ്ഞു നിർത്തും. 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇത്രയൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. നമ്മുടെ ആ ടേബിൾ നിങ്ങളൊന്ന് ഇന്ന് തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.